ഭൂമി അച്യുതന്റെ വളർത്തു മകള് മാത്രമാണ്. ഭൂമിയുടെ ശരിക്കുള്ള അച്ഛൻ സത്യദാസ് ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അച്യുതൻ എല്ലാരോടും വിളിച്ച് പറയുന്ന ആ ഒരു സീനൊക്കെ പക്ഷെ ഒരു സ്വപ്നം മാത്രം ആവാൻ ചാൻസ് ഉണ്ട് അല്ലേ. ഇപ്പൊ തൽക്കാലം ഭൂമി സത്യദാസിനെ കുറിച്ചുള്ള ഈ കാര്യങ്ങളൊന്നും അറിയുന്നില്ല. എല്ലാരോടും കൂടെ എല്ലാം വിളിച്ച് പറയുന്നത് പോലെ അച്യുതനോ അംബികയോ ഒന്ന് സങ്കല്പിച്ച് നോക്കിയതാവാനാണ് ചാൻസ് ഉള്ളത്. കുറെ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത്. എന്താന്ന് വെച്ചാൽ ആദ്യത്തെ കാര്യം, അച്യുതൻ ഇപ്പോഴും ഭൂമിയുടെ ശരിക്കുള്ള സ്വന്തം അച്ഛൻ ആരാണ്, ഭൂമിയുടെ സ്വന്തം കുടുംബം ഏതാണ് എന്നുള്ള കാര്യങ്ങളൊന്നും അംബികയോട് പറഞ്ഞിട്ടില്ല. അംബിക എത്ര ചോദിച്ചിട്ടും വലിയ കുടുംബമാണ്, പണക്കാരാണ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ശരിക്കും ഇതാണ് ഭൂമിയുടെ അച്ഛൻ, ഇതാണ് ഭൂമിയുടെ കുടുംബം എന്ന് അച്യുതൻ അംബികയോട് പറയാതിരിക്കാൻ എന്തെങ്കിലും ഒരു കാരണം വേണമല്ലോ. ഇനിയിപ്പോ വരാൻ പോകുന്ന എപ്പിസോഡിൽ അച്യുതൻ കൊല്ലപ്പെടുന്നു. ആ കേസിൽ അംബിക ജയിലിലേക്കും പോകുന്നു. ഇതിനിടയ്ക്ക് ഭൂമി സത്യദാസിന്റെ മകളാണെന്നുള്ള കാര്യം അറിയാവുന്ന രണ്ട് പേരേ ഉള്ളൂ. ഒന്ന് അച്യുതനും ഒന്ന് ഭവാനിയുമാണ്. ഭവാനി എന്തായാലും പുറത്ത് പറയാൻ പോകുന്നില്ല. അച്യുതൻ മരിക്കുകയും ചെയ്യും. അപ്പൊ പിന്നെ തൽക്കാലം ഇപ്പൊ ഭൂമി കാര്യങ്ങളൊന്നും അറിയുന്നില്ല. അംബികയ്ക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നെങ്കിൽ ഇപ്പൊ തന്നെ അംബികയ്ക്ക് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഭാവിയിൽ ജയിലിൽ ഇരുന്നുകൊണ്ടാണെങ്കിലും അംബിക ഭൂമിയോട് കാര്യങ്ങളൊക്കെ പറയാൻ ചാൻസ് ഉണ്ട്. അപ്പൊ പിന്നെ ഇപ്പൊ തൽക്കാലം ഭൂമി അറിയാതിരിക്കാനായിരിക്കണം അച്യുതൻ അംബികയോട് ഒന്നും പറയാത്തത്. ഇനി വേറൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, കഴുത്തിന്റെ പിന്നിൽ ഒരു മറുകുണ്ട്, അത് വെച്ചിട്ടാണ് അഭിരാമിയെ കണ്ടുപിടിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഭവാനി പറഞ്ഞിരുന്നല്ലോ. ഒരു പക്ഷേ ഈ മറുക് വെച്ചിട്ടായിരിക്കും പിന്നീട് സത്യദാസിന്റെ മകളെ തിരിച്ചറിയുന്നത്. ഇപ്പൊ തന്നെ അച്യുതൻ എല്ലാ കാര്യങ്ങളും വിളിച്ച് പറയുകയാണെങ്കിൽ പിന്നെ ഈ മറുകിനൊന്നും ഒരു കാര്യം ഇല്ലാതാവും, അതിനൊന്നും ഒരു വലിയ പ്രാധാന്യം ഇല്ലാതെയാവും. അതുകൊണ്ട് ഒറ്റയടിക്ക് അച്യുതൻ ഇതെല്ലാം വിളിച്ച് പറഞ്ഞ ഒറ്റ എപ്പിസോഡ് കൊണ്ട് അത് തീർക്കാനൊന്നും ചാൻസ് ഇല്ല എന്നാണ് തോന്നുന്നത്. അത് മാത്രമല്ല, അച്യുതൻ കൊല്ലപ്പെടുന്നതൊക്കെ നമ്മൾ പ്രൊമോയിൽ കണ്ടിരുന്നല്ലോ. അപ്പോൾ നമ്മുടെ ഭൂമി കോഫി ഷോപ്പിൽ നിന്ന് സ്കൂട്ടിയിൽ തിരിച്ച് അച്യുതന്റെ വീട്ടിലേക്ക് വരുന്നതൊക്കെയാണ് കാണിക്കുന്നത്. ഭൂമി എപ്പോഴത്തെയും പോലെ കോഫി ഷോപ്പിലും വീട്ടിലും ഒക്കെ ആയിട്ട് കഴിയുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ സത്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ സത്യദാസ് ഒരിക്കലും മകളെ കൊണ്ടുപോകാതിരിക്കില്ല. അപ്പൊ പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റേജിൽ കയറി നിന്ന് അച്യുതൻ പറയുന്നതായിട്ട് അച്യുതനോ അംബികയോ വെറുതെ ഒന്ന് സങ്കല്പിച്ച് നോക്കിയതാവാനാണ് ചാൻസ് ഉള്ളത്. അതായത് ഭൂമി ഫാദേഴ്സ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നു. അവിടെ സ്റ്റേജിൽ കയറി നിന്ന് ഭൂമിക്ക് അറിയാവുന്നവരെല്ലാവരും വന്നിട്ടുണ്ടല്ലോ. എല്ലാവരോടുമായിട്ട് ഭൂമി അച്ഛനെ കുറിച്ചും അമ്മയെ കുറിച്ചൊക്കെ ധാരാളം പറയുന്നുണ്ട്. അവരോട് ഭൂമിക്കുള്ള സ്നേഹം എന്താണെന്നുള്ളത് ശരിക്കും ഭൂമി പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ അംബികയ്ക്കൊക്കെ വല്ലാതെ വിഷമം തോന്നുന്നുണ്ട്. കൂടെ തന്നെ അംബിക ഇങ്ങനെ ഒന്ന് സങ്കല്പിച്ച് നോക്കുകയായിരിക്കും. ഭൂമി ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞ ശേഷം അച്യുതൻ സ്റ്റേജിൽ കയറി നിന്ന് ഇങ്ങനെ പറയുന്നതായിട്ട്, ഞങ്ങളുടെ മോള് ഭൂമി നിങ്ങൾ എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ സ്വന്തം മോളല്ല, ഞങ്ങളുടെ വളർത്തു മകള് മാത്രമാണ്. അവളുടെ ശരിക്കുള്ള അച്ഛനെ ഞങ്ങൾ ഇപ്പൊ കണ്ടുപിടിച്ചു. ആ സ്വന്തം അച്ഛന് ഞങ്ങളുടെ മോള് ഭൂമിയെ കൈമാറുന്ന ചടങ്ങ് കൂടിയാണ് ഇവിടെ നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അച്യുതന്റെ ബോർഡൊക്കെ അവിടെ നിന്ന് മാറ്റി സത്യദാസിന്റെ ബോർഡൊക്കെ വെച്ചുകൊണ്ട് സത്യദാസാണ് ഭൂമിയുടെ സ്വന്തം അച്ഛൻ എന്നിങ്ങനെ പറയുന്നതും സത്യദാസിന് തന്റെ നിയന്ത്രണം നഷ്ടപ്പെടുന്നു. അങ്ങനെ നേരെ സ്റ്റേജിൽ കയറി വന്ന് അച്യുതനെ ക്രൂരമായിട്ട് അടിക്കുന്നു. അങ്ങനെ അടി കൊള്ളുന്നതോടുകൂടി അച്യുതന്റെ മൂക്കിൽ നിന്നൊക്കെ ബ്ലഡ് വരുന്നു. ഇല്ലെങ്കിൽ തന്നെ വയ്യാത്തൊരവസ്ഥയിലായിരുന്നല്ലോ അച്യുതൻ. അപ്പൊ ഈ അടിയും കൂടെ കൊണ്ടതോടുകൂടി മൂക്കിൽ നിന്ന് ഒരുപാട് ബ്ലഡ് വരുന്നു. അച്യുതൻ മയങ്ങി അവിടെ വീഴുന്നു. അതോടുകൂടി അച്യുതൻ മരണത്തിലേക്ക് പോകുന്നു. അതൊക്കെ അംബിക പെട്ടെന്ന് ഇങ്ങനെ സങ്കല്പിച്ച് നോക്കി പെട്ടെന്ന് ആ സ്വപ്നത്തിൽ നിന്ന് ഇങ്ങനെ ഉണരുകയാണ്. എന്നിട്ട് വേണ്ട അച്ചുവേട്ട, ഒന്നും പറയണ്ട, ഇപ്പൊ നമ്മൾ തൽക്കാലം ഒന്നും പറയണ്ട, അത് ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല, എനിക്ക് വേണ്ടി അച്ചുവേട്ടൻ ഇപ്പൊ ഒന്നും പറയരുത് എന്നൊക്കെ പറയുമായിരിക്കും അംബിക. ഇല്ലെങ്കിൽ പിന്നെ ഈ സങ്കല്പത്തിൽ നിന്ന് അംബിക ഉണർന്നതിന് ശേഷം അച്യുതൻ ഈ കാര്യങ്ങളൊക്കെ പറയാനായിട്ട് സ്റ്റേജിൽ കയറി പോകാൻ നിൽക്കുമ്പോൾ പെട്ടെന്ന് അച്യുതന് തലകറക്കം വരുന്നു, വയ്യാതെ ആവുന്നു. അങ്ങനെ പെട്ടെന്ന് മയങ്ങി വീഴുന്നു, റൂമിൽ കൊണ്ടുപോയി കിടത്തുന്നു. അങ്ങനെ പിന്നീട് അച്യുതൻ ഉണർന്നു നോക്കുമ്പോൾ വന്ന ഗസ്റ്റുകൾ എല്ലാവരും പോയി കഴിഞ്ഞു. ഭൂമിയും അംബികയും മാത്രമേ അച്യുതന്റെ കൂടെയുള്ളൂ. അങ്ങനെ വന്നവരൊക്കെ എവിടെ എന്നൊക്കെ പറയുമ്പോൾ അച്ഛൻ മയങ്ങി വീണതിന് ശേഷം പിന്നെ ഞങ്ങൾ ചേർന്ന് ആഘോഷിക്കണോ, ഞാൻ എല്ലാവരെയും പറഞ്ഞു വിട്ടു എന്നൊക്കെ ഭൂമി പറയുന്നു. അങ്ങനെ പ്ലാനൊക്കെ ഇങ്ങനെ ആയല്ലോ, എല്ലാം നശിച്ചല്ലോ എന്നൊക്കെ വിചാരിക്കുന്നു അച്യുതൻ. അങ്ങനെ എന്തെങ്കിലും ആയിട്ട് ഈ ഫാദേഴ്സ് ഡേ സെലിബ്രേഷൻ നല്ല ഭംഗിയായിട്ട് കഴിയാനുള്ള ചാൻസ് ആണ് ഉള്ളത് കേട്ടോ. അത് കഴിഞ്ഞിട്ടായിരിക്കും ഭൂമി കോഫി ഷോപ്പിൽ നിന്ന് പെട്ടെന്ന് വന്ന് നോക്കുമ്പോൾ അച്യുതൻ അവിടെ മരണപ്പെട്ട് കിടക്കുന്നതൊക്കെ കാണുന്നത്. അതിൻ്റെ കൂടെയായിരിക്കും നമ്മുടെ ഭവാനി ഭൂമിയും അജയും തമ്മിൽ എന്തോ ബന്ധമുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുകയാണല്ലോ. അങ്ങനെ അതിലൂടെ അജയ് നാളെ ഇനി അഭിരാമിയെ കല്യാണം കഴിച്ച് അവളെയും കൂട്ടി ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് അവളുടെയും അവളുടെ അച്യുതൻ്റെയും, അതായത് സത്യം അറിയാവുന്ന ഒരേ ഒരാൾ അച്യുതനാണല്ലോ. അപ്പോൾ പിന്നെ അച്യുതനെയും വിട്ടുകൂടാ, അച്യുതനെയും ഭൂമിയെയും ഇല്ലാതാക്കിയേ പറ്റൂ എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞേൽപ്പിച്ച ആ ഗുണ്ടയോട് വീണ്ടും ഒന്ന് ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെ ഈ ഫാദേഴ്സ് ഡേ സെലിബ്രേഷൻ അച്യുതൻ ഏർപ്പാടാക്കിയിരിക്കുന്നത് സത്യദാസിനോട് കാര്യങ്ങളൊക്കെ വിളിച്ച് പറയാനായിരിക്കും. അങ്ങനെ തൻ്റെ മകളെ ഭൂമിയെ സത്യദാസിനെ ഏൽപ്പിക്കാനായിരിക്കും അയാൾ ഈ ഫംഗ്ഷൻ വെച്ചിരിക്കുന്നത്. അങ്ങനെ അയാളെല്ലാം പറഞ്ഞ് സത്യദാസ് തൻ്റെ മകളെയും കൂട്ടി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ആ നിമിഷം ഞാനും എൻ്റെ മോളും ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വരും, പിന്നെ താൻ എന്നെയും എൻ്റെ മോളെയും കൊല്ലേണ്ടി വരും എന്നൊക്കെ ഭവാനി ആ ഗുണ്ടയോട് പറയാണ്.
അപ്പൊ അത്രയ്ക്കൊന്നും കാര്യങ്ങൾ പോകാൻ ഒരിക്കലും ഇടവരരുത്. അതിനു മുമ്പ് ആ ഭൂമിയെയും അച്യുതനെയും ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതാക്കിയിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ആ ഗുണ്ടയോട് പറയുന്നു. അങ്ങനെ ഗുണ്ട കാര്യങ്ങളൊക്കെ അച്യുതൻ സത്യദാസിനോട് വിളിച്ച് പറയുന്നതിന് മുമ്പ് അച്യുതന്റെ കഥയെങ്കിലും തീർക്കണമല്ലോ. അപ്പൊ പിന്നെ വീട്ടിൽ പോയി നോക്കുമ്പോൾ അവിടെ ഭൂമിയില്ല, അച്യുതനും അംബികയും മാത്രമേ ഉള്ളൂ. ശരി, കിട്ടിയത് കിട്ടിയെന്ന് പറഞ്ഞ് അച്യുതനെ കൊലപ്പെടുത്തുന്നു. അങ്ങനെ പോലീസൊക്കെ വന്ന് നോക്കുമ്പോൾ അംബിക കൊല ചെയ്തതുപോലെയാണ് കാര്യങ്ങളൊക്കെ അവിടെ കാണുന്നത്. അങ്ങനെ അംബിക ഒരിക്കലും കൊല ചെയ്യില്ല, അമ്മ ഇത് ചെയ്ത് കാണില്ല എന്നൊക്കെ പറഞ്ഞ് ഭൂമിയൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുണ്ടെങ്കിലും പോലീസ് പിന്നീട് ഇവരുടെ നെയ്ബേഴ്സിനോട്, അടുത്ത വീട്ടുകാരോടൊക്കെ അന്വേഷിക്കുമായിരിക്കും. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ആ സ്ത്രീയുടെ ഭർത്താവിനെ കൊന്നിട്ടുണ്ടാവുമെന്ന് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ നൈബേഴ്സിലെ രണ്ടുപേര് ഇന്നത്തെ എപ്പിസോഡിൽ കണ്ടിട്ട് പോയിട്ടുണ്ടായിരുന്നല്ലോ. അച്യുതനും അംബികയും ചേർന്ന് ഇവിടെ നാടകത്തിന്റെ റിഹേഴ്സൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അച്യുതൻ കുടിച്ചിട്ട് വരുന്നത് പോലെയും അംബിക ഇനി മദ്യപിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ കൊന്നുകളയും എന്നൊക്കെ പറയുന്നത് പോലെയൊക്കെ നൈബേഴ്സ് കേട്ടിട്ട് നാടകമാണെന്ന് അവർക്കറിയില്ലല്ലോ, അവർ ഇതൊക്കെ തെറ്റിദ്ധരിച്ച് വെച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ പോലീസ് വന്ന് ഇതൊക്കെ ചോദിക്കുമ്പോൾ ഈ നൈബേഴ്സ് ഈ കാര്യങ്ങളൊക്കെ പറയാനുള്ള ചാൻസ് ഉണ്ട്. അയാൾ ഒരു കരൾ രോഗിയായിരുന്നു എന്ന് തോന്നുന്നു, അയാൾക്ക് കരൾ കൊടുത്തത് ഈ ഭാര്യയാണെന്ന് തോന്നുന്നു. ഇനി മദ്യപിക്കാൻ പാടില്ല എന്ന് ഡോക്ടർ പറഞ്ഞിട്ടും മദ്യപിച്ച് വന്നതാണ് അയാൾ ചെയ്ത തെറ്റ്. അതുകൊണ്ടായിരിക്കണം ആ സ്ത്രീ അയാളെ കൊന്നുകളഞ്ഞത്. നിങ്ങളെ ഞാൻ കൊല്ലാൻ പോലും മടിക്കില്ല എന്നൊക്കെ ആ അംബിക അച്യുതനോട് പറഞ്ഞത് ഞങ്ങൾ ഞങ്ങളുടെ കാതുകൊണ്ട് കേട്ടതാണ് എന്നൊക്കെ ഈ നൈബേഴ്സ് സാക്ഷി പറയുന്നതോടുകൂടി പോലീസ് അംബികയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കാൻ ചാൻസ് ഉള്ളതെന്ന് തോന്നുന്നു അല്ലേ. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം. ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും ഇതിലെ ഓരോ ക്യാരക്ടേഴ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ പറയൂ കേട്ടോ. താങ്ക് യു, ബൈ.